എല്ലാവർക്കും നമസ്കാരം. ഞാനും കേരള സർക്കാരിന്റെ 30 കോടി ഒന്നാം സമ്മാനമായിട്ടുള്ള കേരള സർക്കാരിന്റെ ലോട്ടറി തിരുവോണം ബമ്പർ ഞാനും എടുത്തു. 1, 2, 3 അല്ല 10 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ലോട്ടറി. ഓക്കെ, ഇത് നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, 10 ലോട്ടറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കടകളിൽ നിന്നല്ല എടുത്തിരിക്കുന്നത്, നേരിട്ട് കേരള ഭാഗ്യക്കുറിയുടെ ജില്ലാ ഓഫീസിൽ നിന്നാണ് ഞാൻ എടുത്തത്. പാലക്കാട് ജില്ലാ ഓഫീസിൽ നിന്നാണ് ഞാൻ 10 ടിക്കറ്റ് വാങ്ങിയിരിക്കുന്നത്. എനിക്ക് എത്ര രൂപയായി, ഈ കേരള ലോട്ടറി വാങ്ങാനായിട്ട് ഞാൻ എങ്ങനെയാണ് അവിടെ സമീപിച്ചത്, ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഫോമാണ് ഞാൻ എഴുതി കൊടുത്തത്, എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാൻ ലോട്ടറി ഓഫീസിൽ ചെന്ന ശേഷം ഇങ്ങനെയുള്ളൊരു ഫോം വാങ്ങി. അവിടെ നിന്നും ഡിമാൻഡ് ഫോം എന്ന് പറയും. ഇതിൽ ഏജന്റിന്റെ പേരും ഏജൻസി കോഡും അതുപോലെ ടിക്കറ്റ്, ലോട്ടറി ടിക്കറ്റിന്റെ കോഡ് നമ്പർ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ കോഡ് നമ്പർ BR 111 BR 111 ഇതിന്റെ കോഡ് നമ്പർ. അതോടൊപ്പം ടിക്കറ്റ് എത്ര എണ്ണം വേണം അതെല്ലാം കൃത്യമായി എഴുതിയ ശേഷം താഴെ ഒപ്പിട്ട് കൊടുത്ത് നമ്മൾ അവിടെ സമർപ്പിക്കും. അതിനുശേഷം ഇതേപോലുള്ളൊരു ബില്ല് നമ്മൾക്ക് അടിച്ചു കിട്ടും. അവിടെ നിന്ന് അതിനകത്ത് നിന്ന് ഇങ്ങനൊരു ബില്ല് നമ്മൾക്ക് അടിച്ചു കിട്ടുന്നതായിരിക്കും. എത്ര എണ്ണം ലോട്ടറി, ഏത് നമ്പർ മുതൽ ഏത് നമ്പർ വരെയാണ് എന്നെല്ലാം ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. അതോടൊപ്പം നമ്മൾ ലോട്ടറി വാങ്ങുവാനായിട്ട് എത്ര രൂപയാണ് അവിടെ കൊടുക്കേണ്ടത് എന്നെല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബില്ലുമായിട്ട് ക്യാഷ് കൗണ്ടറിൽ ചെന്ന് ക്യാഷ് അടച്ച ശേഷം അതിൽ സീൽ വെച്ച ശേഷം ലോട്ടറി നമ്മൾക്ക് തരുന്ന കൗണ്ടറിൽ പോയിട്ട് ലോട്ടറി വാങ്ങിക്കുക. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന നമ്പർ പ്രകാരമുള്ള ലോട്ടറി അവിടെ ഉണ്ടാകും. അവരത് എടുത്തു തരുന്നതായിരിക്കും. എനിക്ക് ഈ ലോട്ടറി വാങ്ങുവാനായിട്ട് 4143 രൂപയാണ് 10 ലോട്ടറിക്ക് ഞാൻ കൊടുത്തത്. 4143 രൂപയാണ് ഞാൻ അവിടെ കൊടുത്തത്. അപ്പോൾ എനിക്ക് 10 ലോട്ടറി, കേരള സർക്കാരിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ 10 ലോട്ടറിയാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും നേരിട്ട് എടുത്തുകൊണ്ട് തന്നെ, വ്യാജ ലോട്ടറിയാണ്, കള്ള ലോട്ടറിയാണ്, വിശ്വാസമില്ലാതെ ഉറക്കം കളഞ്ഞിരിക്കണ്ടല്ലോ. എന്തായാലും നേരിട്ട് അവിടെ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും വല്ല ചെറിയ സമ്മാനമെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രൈസ് 30 കോടിയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു 5000 രൂപയെങ്കിലും കിട്ടുമോ എന്ന് അവസാനം പറയാം. കിട്ടിയോ എന്ന് ഞാൻ അവസാനം പറയാം. അവസാനം പറയാന്ന് വെച്ചാൽ സെപ്റ്റംബർ മാസം 26-ാം തീയതി നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ പറയാം 500 കിട്ടിയോ, 5000 കിട്ടിയോ, 30 കോടി കിട്ടിയോ എന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും.